Hi friends, welcome back to Suvu's kitchen. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു തമിഴ് സ്റ്റൈലുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെയും നല്ലൊരു കോംബോ തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്നും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടി ചെയ്തെടുക്കുന്ന ഈ ഒരു സ്പെഷ്യൽ കുംഭകോണം കടപ്പ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ തമിഴ് സ്റ്റൈലിലുള്ള ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടി 1/2 കപ്പ് പായസപ്പരിപ്പാണ്. നോക്കൂ, ചെറുപരിപ്പ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പരിപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഞാനിപ്പോൾ ദാ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1/2 കപ്പ് പായസപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിന് നല്ലൊരു മണം വരും ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും. അതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. അല്ലാതെ ഇത് ചുമക്കെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഈ പരിപ്പ്. അതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കണേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് 5 മിനിറ്റ് വരെ വറുത്തെടുക്കാം. നമ്മൾ ഈ പരിപ്പ് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിത് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ പരിപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് അതിന് വരുവേ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 5 മിനിറ്റ് നേരം ഈ പരിപ്പൊന്ന് ചൂടാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഇതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം 1-2 തവണ നന്നായിട്ട് വാഷ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളുടെ പരിപ്പൊക്കെ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് മുഴുവനോടെയാണ് ചേർത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി ഇടുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് വെന്തുടഞ്ഞു പോകുകയും ഈ ഒരു കറി ചെയ്യുമ്പോൾ ഇതങ്ങനെ വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ മുഴുവനോടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാന്താരി മുളകാണുള്ളത്. അതുകൊണ്ട് ഞാനൊരു 4 കാന്താരി മുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ പച്ചമുളകാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഒരു 3 വിസിൽ കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഞാനപ്പോൾ കുക്കറൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി 3 വിസിൽ വരുന്ന വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ പരിപ്പും പൊട്ടറ്റോ ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ അല്ലി എടുത്തത് കൊണ്ടാണ് 3 എണ്ണം എടുത്തത്. ചെറിയ അല്ലിയാണെങ്കിൽ 4-5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഈ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഫെനൽ സീഡാണ് കേട്ടോ. അതായത് പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ അരയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള അല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ പരിപ്പും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഈ പൊട്ടറ്റോ മാത്രം ഒന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഓരോന്നായിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ശേഷം നമ്മളൊരു മാഷർ വെച്ചിട്ട് ഈ പരിപ്പ് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നന്നായിട്ട് വെന്തിട്ടുള്ള പരിപ്പല്ലേ, അത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഉടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഈ മാഷർ വെച്ച് തന്നെയാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പം പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ, അതൊന്ന് കൈവച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ഉടച്ച് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മാഷർ ഉപയോഗിക്കാത്തത്. മാഷർ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ഒരുപാട് ഉടഞ്ഞു പോകുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൈവച്ച് തന്നെ ഇങ്ങനെ ചെയ്താൽ മതിയാവും. നോക്കൂ, ഇങ്ങനെ പീസസ് ആയിട്ട് ഇതിലേക്ക് എടുക്കണം. അപ്പോഴാണ് ഈ റെസിപ്പിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം.
ഇനി അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലെണ്ണയോ ഏത് ഇഷ്ടമുള്ള എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ശേഷം ഇതിലേക്ക് ഇപ്പോൾ അതാ ഒരു 4 ഗ്രാമ്പു, ഒരു 4 5 ഇത് ചെറിയ കഷ്ണം പട്ട ആയതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ 2 കഷ്ണമൊക്കെ വലുതാണെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഫെന്നൽ സീഡും കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്ത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോളയാണ് കേട്ടോ, നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനോടൊപ്പം തന്നെ ഒരു തണ്ട് വേപ്പിലയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ സവോളയൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പരിപ്പും പൊട്ടറ്റോ ഒക്കെ വേവിക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു മൂത്ത മണം വരുവേ. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവോളയും തക്കാളിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടാനുള്ള എളുപ്പത്തിന് ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണേ. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകത്തിൽ ആയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ച പരിപ്പും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പരിപ്പും മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തേങ്ങയുടെ അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇതിന് ശേഷം നമ്മളിനി പൊട്ടറ്റോ വേവിച്ച് വെച്ചതാണ് ചേർക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇതൊന്നും കൂടി കുറുകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരല്പം അത് കണക്കാക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ വേവിച്ച് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്തതിന് ശേഷം നിങ്ങളിതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. ഇപ്പം നമ്മളുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും, ഈ ഒരു പാകം തന്നെ മതിയാവും. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരല്പം കൂടി കുറുകി വരും കേട്ടോ ഇത്. അപ്പോൾ ഈ സമയത്ത് ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ചെറുനാരങ്ങ നീര്, അതായത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആ എരിവും പുളിയൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് വരും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരിപ്പിൻ്റെ കൂടെ ഈ നെയ്യും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് നൽകുകയും, അപ്പോൾ നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ഒരു തമിഴ് റെസിപ്പിയായ കുംഭകോണം കടപ്പ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയും നല്ലൊരു കോംബോ തന്നെയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ നമ്മളുടെ തമിഴ് സ്റ്റൈലിലുള്ള സ്പെഷ്യൽ കടപ്പ കറി ഞാൻ സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടി ബേബി ടൊമാറ്റോ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ, ഫോട്ടോയിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി. നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ കടപ്പ കറി പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ നല്ലൊരു കോംബോ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്